കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കല്യാണ തലേന്ന് രാത്രി സുഭാഷ് ഏട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ സുനന്ദയെ ഭാസ്കരൻ വഴക്ക് പറയുന്നുണ്ട്. അത് കേൾക്കെ സുനന്ദയും സങ്കടത്തോടെ, ഇല്ല ഭാസ്കരൻ മാമ, എന്നെ വിശ്വസിക്കേ, എനിക്ക് എങ്ങോട്ടും പോകണ്ട, അവരാരും അറിയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇനി എന്നെ ആരും അന്വേഷിക്കില്ല, ഞാൻ അവിടെ ഇല്ലെന്ന് നാളെ രാവിലെ അറിയൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്കിനി അങ്ങോട്ട് പോവണ്ട, ഞാൻ ചത്താലും വേണ്ടില്ല, ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. സുഭാഷ് ഏട്ട എന്നെ കൈവിടലേന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കാലിൽ വീഴുന്നുണ്ട് സുനന്ദ. അവന്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് കരച്ചിലോടെ, ഇനി ഞാൻ ഒരിക്കലും പോവില്ല, എനിക്ക് സുഭാഷ് ഏട്ടന്റെ കൂടെ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്നെ വിശ്വസിക്കേ, എന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കല്ലേ പ്ലീസ് എന്നൊക്കെ അവൾ കരഞ്ഞു പറയുന്നത് കേൾക്കെ സുധീഷും അവളുടെ അടുത്തേക്ക് ചെന്ന്, സുനന്ദേ, ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാലോ അല്ലേ, ഇവിടെ അമ്മാവനും അമ്മായിയും ഒക്കെ വന്ന് ഒരു സീനുണ്ടാക്കിയ ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് പോവോ എന്ന് സുധീഷ് ചോദിക്കേ, ഇല്ല ഒരിക്കലും പോവില്ല, എനിക്ക് സുഭാഷ് ഏട്ടന്റെ കൂടെ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്നെ വിശ്വസിക്കേ, എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് സുനന്ദ പൊട്ടിക്കരയുമ്പോഴേക്കും, ഇതിപ്പോ ഞാനാണോ കുടിച്ചത് നീയാണോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. എങ്ങനെ നടുത്തളത്തിലിരുന്ന് മരണ വീട്ടിൽ നെഞ്ചത്തടിച്ചു കരയുന്ന പോലെ കരയാൻ നിനക്ക് എന്താടി ബോധമില്ലെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, അച്ഛാ പ്ലീസ് എന്ന് നിധിയും അച്ഛനെ തടയുന്നുണ്ട്. സുനന്ദ എപ്പോഴേക്കും സുഭാഷിന്റെ കാൽകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, നിധി, നിനക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ, നീ എങ്കിലും എന്നെ വിശ്വസിക്കില്ലേ, എന്നോട് പോവാൻ പറയല്ലേ, നിങ്ങളെല്ലാവരും നിർബന്ധിച്ച് എന്നെ വീട്ടിലേക്ക് അയച്ചാ എന്റെ കല്യാണം നടന്ന പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് സുനന്ദ പറയുന്നത് കേൾക്കെ, എന്തൊക്കെയാ മോളെ നീ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ സുഭാഷ് ഏട്ടനെ, കുഞ്ഞുനാൾ മുതലേ ഏട്ടൻ എന്നെ കാണുന്നതല്ലേ, ഞാൻ എന്താണെന്ന് മറ്റാരെക്കാളും ഏട്ടൻ അറിയില്ലേ എന്ന് ചോദിച്ചവൾ പൊട്ടിക്കരയുമ്പോഴേക്കും സുഭാഷും അവളുടെ തലയിൽ തലോടിക്കൊണ്ട്, കരയാതിരിക്കെ എന്ന് ആശ്വസിപ്പിക്കുന്നത് കാണെ അച്ഛൻ അത്ര പിടിക്കുന്നില്ല. അവൾ സുഭാഷ് ഏട്ടന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേക്കും അത് കണ്ട് എല്ലാവരും വല്ലായ്മയോടെ നിൽക്കുകയാ. അത് കാണെ സുധീഷും, ഇതിൽ കൂടുതൽ സുനന്ദനി എന്തു ചെയ്യാനാ, അവൾ ഇറങ്ങി വന്നില്ലേ, നമുക്കെല്ലാവർക്കും കൂടി ഈ കല്യാണമങ്ങ് നടത്താമെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ, കല്യാണമോ എന്ന് നിധിയും, അതെ, വേറെന്താ ചെയ്യാ, കല്യാണം കഴിക്കാതെ സുനന്ദ ഇവിടെ നിർത്താൻ പറ്റുമോ, അവരെ ആളെയും കൂട്ടി വരും, എന്നിട്ട് ഇവളെയും കൊണ്ടങ്ങ് പോവുകയും ചെയ്യും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അച്ഛനും ചാടി എഴുന്നേറ്റുകൊണ്ട്, എടാ, ഇവള് പറയുന്നത് കേട്ടിട്ട് നാണം കെടാൻ നിക്കല്ലേ, വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാ, കുറച്ചു കഴിഞ്ഞ് ഇവളെയും തിരക്കി തന്തയും തള്ളയും വന്നു കഴിഞ്ഞാൽ പോവില്ലെന്ന് ഒരു ഉറപ്പുമില്ല, അമ്പലത്തിൽ പോയി കാത്തുകിടന്ന് നാണം കെട്ടതിനേക്കാൾ വലിയ നാണക്കേടാവും, പച്ചോന്തിനെ വിശ്വസിച്ചാലും നിറമാറുന്ന കാര്യത്തിൽ ഇവറ്റുകളെ വിശ്വസിക്കാനൊക്കില്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴേക്കും സുനന്ദയും കണ്ണീർ തുടച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന്, ഭാസ്കരൻ മാമ, കുറെ നേരമായല്ലോ എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു, നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ ഈ രാത്രി ഞാൻ ഇറങ്ങി വന്നത്, എന്റെ അമ്മയുടെ കുടുംബം തന്നെയല്ലേ ഭാസ്കരൻ മാമന്റെയും, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാമെങ്കിൽ എന്നെ വിശ്വസിച്ചൂടെ, ഉറപ്പാ ഞാൻ പോവില്ലെന്ന് തീർത്തു പറയുന്നുണ്ടവൾ. പിന്നീട് അവൾ സുധീഷിന്റെ അരികിലേക്ക് നടന്നു ചെന്ന്, സുധീഷ് പറയുന്നത് പോലെ ഞാൻ വിവാഹത്തിന് തയ്യാറാ, ഇനി തിരിച്ചു പോകാതിരിക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് സുഭാഷിന്റെയും അരികിലേക്ക് ചെന്ന്, പ്ലീസ് സുഭാഷ് ഏട്ടാ, എന്നെ പറഞ്ഞു അയക്കല്ലേ എന്ന് കരച്ചിലോടെ പറയേ, മോളെ സുനന്ദേ, നീ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടല്ലേ, സമാധാനമായിരിക്കുന്നു സുഭാഷും, ഇനി നീ വാക്കു മാറില്ലല്ലോ അല്ലേ, നിന്റെ അമ്മ വന്ന് നെഞ്ചു തടിച്ച എന്ന് ഹരീഷ് ചോദിക്കേ, അമ്മ വന്ന് എന്ത് ഡ്രാമ കളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറില്ല, ഇനി നിങ്ങൾ ഇവിടുന്ന് പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല, പോരെ, ഞാൻ പോവില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയാണ് അവൾ. അത് കാണേ ശിവനെ എന്നും വിളിച്ച് അച്ഛൻ പുറത്തേക്ക് പോവുകയാ. സുധീഷും, ചേട്ടാ ഇനി നോക്കി നിൽക്കണ്ട, നമുക്കേ കല്യാണം നടത്താനുള്ള ഏർപ്പാടങ്ങ് ചെയ്യാം എന്ന് പറയേ, അതെ ഏട്ടാ, സുനന്ദേച്ചിയും അത് തന്നെയല്ലേ പറയുന്നത്, നമുക്ക് കല്യാണം നടത്താം, സുനന്ദേച്ചിക്ക് ധൈര്യമില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞത്, ഇപ്പൊ ചേച്ചി തന്നെ വന്നില്ലേ എന്ന് നികേഷും പറയേ, ആ എന്നാ പിന്നെ ആരെങ്കിലും വരുന്നതിന് മുന്നേ എല്ലാം വേഗം ചെയ്യാം, അതല്ലേ നല്ലത്, ഏട്ടത്തിയുടെ അഭിപ്രായം എന്താന്ന് ഹരീഷും ചോദിക്കുക. ഇപ്പോഴോ, ഈ രാത്രിയിലോ എന്ന നിധിയുടെ ചോദ്യം കേൾക്കെ ഉമ്മറവാദിക്കൽ ബീഡിയും വലിച്ചു നിൽക്കുന്ന അച്ഛനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴായാലും ഇതിന് സമയവും കാലവും ഒക്കെ ഉണ്ടോ, നല്ല കാര്യമല്ലേ, അത് വേഗം നടക്കട്ടെ, കല്യാണ പെണ്ണിനെ വീട്ടിൽ കാണാണ്ടായ അവര് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്, അപ്പോഴേക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കെ സുധീഷും, നിധി, നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയാ, തന്റെ വീട്ടുകാർ എന്തൊക്കെ ചെയ്തു, ഇത് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ എല്ലാം അടങ്ങുമെന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൾക്ക് നിധിയും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം പോലെയാണോ ഇത് എന്ന് ചോദിക്കേ, കല്യാണം എവിടെ വെച്ച് നടന്നാലും അത് കല്യാണം തന്നെയല്ലേ, ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സഹായം ചോദിക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും, പറയണ കേട്ടിട്ടെ, നാളെ രാവിലെ അവർ സുനന്ദയെ അന്വേഷിക്കുകയുള്ളൂ, നമുക്ക് സമയമുണ്ട്, കെട്ടു നടത്തിയിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ എനിക്കറിയണ ഒരു വക്കീലുണ്ട്, ആളെ കാണാം എന്ന് ഹരീഷ് പറയുന്നത് കേട്ട അച്ഛനും, എടാ, നാളെ രാവിലെ വരെ ഇവളെ ആരും അന്വേഷിക്കുന്നില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോവാണോ, എടാ അതൊരു കല്യാണ വീടാ, ആളുകൾ ഒരുപാട് വരുന്നതാ, ഇവൾ അവിടെ ഇല്ലെന്നറിയാൻ അധിക നേരമൊന്നും വേണ്ടി വരില്ല, അവിടെ ഇവളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവരാദ്യം വരുന്നത് ഇങ്ങോട്ടായിരിക്കും, ഭൂതഗണങ്ങൾ ഇറങ്ങി വരുന്ന പോലെയാവും അവര് മുഴുവൻ വരുന്നത്,
എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്യ് എന്ന് പറഞ്ഞ അച്ഛനും അകത്തേക്ക് കയറി വന്ന് സുനന്ദയോടായി നിന്റെ തീരുമാനം ഇനി മാറില്ല എന്നുള്ളത് ഉറപ്പു തന്നെയല്ലേ എന്ന് ചോദിക്കെ അത് ഞാൻ പറഞ്ഞതല്ലേ ഭാസ്കര മാമ, സുഭാഷേട്ടനെ വിട്ട് ഞാൻ പോവില്ല, എന്ത് വന്നാലും ഞാൻ പോവില്ല എന്ന് അവളും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കെ അച്ഛനും എടാ മക്കളെ ആ വാതിലുകളൊക്കെ അടയ്ക്ക്, നമുക്ക് നോക്കാം ആരാണ് ഇനി കല്യാണം മുടക്കാൻ വരുന്നതെന്ന് പറയുമ്പോഴേക്കും നികേഷ് ചെന്ന് ഡോർ അടയ്ക്കുകയാണ്. ഇതിപ്പോ കുഴപ്പമാവോ, ആദ്യം എല്ലാവർക്കും ഇവിടുന്ന് പോവാം, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കല്യാണം നടത്താമെന്ന് ഹരീഷ് പറയേ. ഫൂൾ, ഇപ്പൊ ആരടാ നിനക്ക് അമ്പലം തുറന്ന് വെച്ചേക്കുന്നേ, കല്യാണം ഇപ്പോ ഇവിടെ വെച്ച് നടത്തണമെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ അത് കറക്റ്റ്, ആദ്യം നമുക്ക് ഇവിടെ വെച്ച് കല്യാണം, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പോവാമെന്ന് എന്ന് സുധീഷും പറയേ. എന്നാലും വീട്ടിൽ വെച്ച് ഒരു നല്ല കാര്യല്ലേ, അമ്പലത്തിൽ വെച്ചല്ലേ നല്ലതെന്ന് നിധിയും ചോദിക്കുക. ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നല്ലേ, അപ്പോ ഈ വീട് മതി, വീടാണ് ആദ്യം കോവിലാവേണ്ടത്, കൂടുതൽ ആലോചിക്കാനൊന്നും സമയമില്ല, മാറി നിൽക്കെന്ന് പറഞ്ഞ് അച്ഛൻ ചെന്ന് പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ദൈവം റെഡി എന്ന് പറയുന്നുണ്ട്. നിധി എപ്പോഴേക്കും സുനന്ദയോടായി ചോദിക്കുന്നുണ്ട് നിനക്കിതൊക്കെ അല്ലേ എന്ന്. 100 വട്ടം സമ്മതമാണെന്ന് സുനന്ദ പറയെ. അല്ല ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിലും താലി വാങ്ങണ്ടേ, ഇപ്പോ കടയെല്ലാം പൂട്ടിയിട്ടുണ്ടാവില്ലേ എന്ന് നികേഷും ചോദിക്കുക. അപ്പോഴാണ് സുധീഷിന് അന്ന് അമ്പലത്തിൽ വെച്ച് പൂജാരി സുഭാഷിന് തിരികെ നൽകിയ ആ താലിയുടെ കാര്യം ഓർമ്മ വരുന്നത്. കാര്യമോർക്കെ അവൻ അകത്തേക്ക് ചെന്ന് ആ താലിയുമായി വന്ന് ഇത് അന്ന് വാങ്ങിച്ച താലിയാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് സൂപ്പർ ആയിട്ടോന്ന് പറഞ്ഞ് നികേഷ് സുഭാഷ് ചേട്ടനോടായി എന്താ ഇങ്ങനെ നിൽക്കുന്നേ, ചെന്ന് റെഡിയാവ്, അന്ന് കല്യാണത്തിനിട്ട ഡ്രസ്സില്ലേ അതിട്ടാ മതി എന്ന് നികേഷ് പറയേ. എടാ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഏട്ടൻ വരില്ല, വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹരീഷും നികേഷും കൂടി സുഭാഷ് ചേട്ടനെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. അവർ റൂമിലെത്തി ഡോർ അടയ്ക്കുമ്പോഴേക്കും എടാ ഇതിന്റെ ഒന്നും ആവശ്യമില്ലടാ, ഒന്ന് പറയുന്നത് കേൾക്കുന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഏട്ടൻ കുറച്ചു നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹരീഷും. നികേഷ് അപ്പോഴേക്കും ഒരു പെട്ടി തുറന്ന് അന്നത്തെ ആ കല്യാണ ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും എടാ അതൊന്നും എടുക്കാൻ നിൽക്കേണ്ടതെന്ന് സുഭാഷും പറയുന്നുണ്ട്. എടാ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, ഇതിപ്പോ കഴിയും എന്നൊക്കെ ഹരീഷ് പറയുമ്പോഴേക്കും എടാ നിനക്കൊക്കെ ഇതിന്റെ ദൂഷ്യങ്ങൾ അറിയോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ആദ്യം ഒന്നും മിണ്ടാതിരിക്കെ, ദൈവമായിട്ടാ ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നത്, അത് ഉപയോഗിച്ചില്ലെങ്കിലേ ചേട്ടൻ തനി വിഡ്ഢിയാവും, ഈ വൈകുന്തോറും ഓരോ നിമിഷവും നമുക്ക് റിസ്ക്, ഇത് നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവനെ ഡ്രസ്സ് ഇടിക്കാൻ തുടങ്ങുകയാ ഹരീഷും നികേഷും. അവിടെ ഡൈനിങ് ഹാളിൽ ഇരിപ്പാണ് സുനന്ദയും സുധീഷും. അച്ഛൻ അവിടെ ഡൈനിങ് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുകയാ. സുനന്ദ നിധി കൊണ്ടു കൊടുക്കുന്ന വെള്ളം കുടിക്കുമ്പോഴേക്കും ടെൻഷൻ ആവണ്ട, എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് നിധിയും അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും നാളെ രാവിലെ കല്യാണം മുടങ്ങി, നിന്റെ അമ്മയും അമ്മാവനും അച്ഛനും അടക്കം എല്ലാവരും നാറി നാണം കെട്ട് നിൽക്കുന്നതേ എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കാണും. പൂക്കാൻ ഒരു കാലമുണ്ടെങ്കിലേ കൊഴിയാനും ഒരു കാലം വരും. നാളെ ആ പൂതനയുടെ അഹങ്കാരം കൊഴിയുന്ന ദിവസമാ. ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഭാസ്കരൻ നാളെ തീർക്കും. കേൾക്കേ നിധിയും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ സമാധാനമായിരിക്കുന്നവളെ ആശ്വസിപ്പിക്കേ. ആരെങ്കിലും ഇങ്ങോട്ട് വരാതിരുന്ന മതിയായിരുന്നു, എല്ലാരും ഉറങ്ങിയൊന്ന് നോക്കിയിട്ടാ ഞാൻ വന്നത്, എന്നാലും എന്തോ ഒരു പേടി, അഥവാ ആരെങ്കിലും വന്നാലും നിങ്ങൾ എന്നെ കൂടെ അയക്കരുതെന്ന് സുനന്ദ പറയുന്നുണ്ട്. അത് സുധീഷും അതെ ഞങ്ങൾ ആരും നിന്നെ അയക്കാൻ പോകുന്നില്ല, പക്ഷേ അവരുടെ കരച്ചിൽ കണ്ട് സുനന്ദ പോവാതിരുന്നാ മതി എന്നവൻ പറയേ. ഇല്ല ഇനി എന്തുണ്ടായാലും ഞാൻ അങ്ങോട്ട് പോവില്ല, അവര് പോലീസിനെ കൂട്ടി വന്നാലും ഞാൻ സുഭാഷ് ചേട്ടനൊപ്പമേ ജീവിക്കൂ എന്ന് പറയും, ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കുന്ന സുനന്ദയും പറയുകയാ. കുട്ടികൾക്ക് അച്ഛനും നീ ധൈര്യമായിട്ടിരിക്കെ, ഇപ്പോ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാ, നമുക്ക് നോക്കാമെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ സുഭാഷിനെ കല്യാണ ഡ്രസ്സെല്ലാം ഇടിച്ച് മേക്കപ്പ് ഇടുകയാണ് ഹരീഷും നികേഷും കൂടി. സുഭാഷും ടെൻഷനോടെ ഹരീഷെ ഇതൊന്നും ശരിയാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയേ. എല്ലാം ശരിയാവും ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുന്ന ഹരീഷ്. പിന്നീട് അവർ സുഭാഷ് ചേട്ടനെയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് എങ്ങനെയുണ്ട് നമ്മുടെ മണവാളൻ ചോദിക്കാൻ അച്ഛനും സന്തോഷത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കൊള്ളാലോ, ഈ പാതിരാത്രി ഇത്ര ഫ്രഷ് ആയിട്ട് ഒരു മണവാളനെ എവിടുന്ന് കിട്ടും എന്ന് വിളിച്ച് 2 പേരെയും പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി തൊഴുതോ എന്ന് പറയുമ്പോഴേക്കും അവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും അച്ഛനും പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും കാലത്തെ കല്യാണം എന്ന് പറഞ്ഞാലേ തീർന്നു, ചെറുക്കം വരും, വിളക്കിന്റെ മുന്നിൽ വെച്ച് ഒരു മുണ്ട് പെണ്ണിന് കൊടുക്കും, പായം ചുരുട്ടി അങ്ങ് അറയിലേക്ക് പോവും. ഇപ്പോ വുമൺ എംപവർമെന്റിന്റെ കാലമല്ലേ, പെണ്ണ് വരുന്നു, ചെറുക്കന്റെ വീട്ടിൽ കയറി താലി കെട്ടുന്നു, കല്യാണം കഴിയുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ പൊട്ടിച്ചിരിക്കുക. സുഭാഷ് സുനന്ദയെ നോക്കുമ്പോഴേക്കും അവളും സുഭാഷിന്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ തന്റെ കൈ കൊരുത്തു പിടിക്കുന്നുണ്ട്. അതിനിടെ അച്ഛനെയും അമ്മയെയും ഓർക്കെ അവളുടെ മനസ്സിലും ടെൻഷൻ കടന്നു വരുന്നുണ്ട്. അവൾ സ്വയം അവളോട് തന്നെ പറയുക, ഈ നിമിഷം അച്ഛൻ അമ്മ വീട് എന്നൊന്നും ആലോചിക്കില്ലേ, എനിക്ക് സുഭാഷ് ഏട്ടനാ വലുത്, അങ്ങനെ ആലോചിക്കുന്ന സമയം പോണു, ചടങ്ങുകൾ നടക്കട്ടെ, വേഗം വേഗം എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും സുധീഷ് താലിയെടുത്ത് നീട്ടിക്കൊണ്ട് സുഭാഷ് ഏട്ടാ ഇതാ താലി, ഇനി ഐശ്വര്യമായിട്ട് ആ കഴുത്തിലങ്ങാണിയെ എന്ന് പറയാ. അച്ഛനും ഡാഡാ കാരണന്മാരും നിൽക്കുമ്പോ നീ കർമ്മിയാവാൻ നോക്കുന്നു, ഇങ്ങനെ തായെന്ന് പറഞ്ഞ് ആ താലി പിടിച്ചു വാങ്ങി. ഈ പൂതനെ എന്ന് വിളിക്കുമ്പോഴേക്കും സുനന്ദ തിരിഞ്ഞു നോക്കുകയാ. നിന്നെയല്ല നിന്റെ തള്ളയെ എന്നവളോടായി പറഞ്ഞ് ബകാസുര
എപ്പോഴെങ്കിലും ഭാസ്കരനും പിള്ളേരും ജയിക്കുമെന്ന് നിങ്ങൾ നാളെ അറിയും. നാട്ടുകാരുടെ മുന്നിൽ നാറിപ്പുളിയാവാൻ ഒരുങ്ങിക്കോടാ ഗംഗാധര മോനെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുഭാഷിന് നേരെ ആ താലി നീട്ടിപ്പിടിച്ച്, സുഭാഷേ ദാ നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ, എന്നിട്ട് വേണം ഭാസ്കരനെ ആ വീടിന്റെ മുന്നിൽ പോയി വെറുതെ കയ്യും കെട്ടി നിൽക്കും. ഓർക്കുമ്പോ തന്നെ രോമാഞ്ചം വരിക പറഞ്ഞ് വീണ്ടും താലി നീട്ടിക്കൊണ്ട്, നീ മിഴിച്ചു നിൽക്കാതെ താലി കെട്ടടാ മോനെ, സമയം കളയല്ലേ കെട്ടെന്ന് പറഞ്ഞ് അച്ഛൻ നീട്ടുമ്പോഴേക്കും സുഭാഷ് അത് വാങ്ങിക്കുക. മക്കളെ കുര വീടടാന്ന് അച്ഛൻ പറയുമ്പോഴേക്കും എല്ലാവരും ചേർന്ന് കുര വീടാൻ തുടങ്ങുകയായിരിക്കും. സുനന്ദയും സുഭാഷും ഒരു തവണ കൂടി വിളക്കിന് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. സുനന്ദ പ്രണയത്തോടെ സുഭാഷിന്റെ കണ്ണിലേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും സുഭാഷും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടെത്തിയ ജയപാലൻ അടുക്കള വാതിൽ ചവിട്ടി തുറക്കുന്നത്. കൂടെ ലളിതയുമുണ്ട്. ശബ്ദം കേട്ട് പരിഭ്രമത്തോടെ ആരടാത് എന്ന് ചോദിച്ച് എല്ലാവരും കൂടി അടുക്കള വശത്തേക്ക് എത്തി നോക്കുമ്പോഴേക്കും ധനശേഖരനും ലളിതയും അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ആ നിൽക്കുന്നു എന്ന് ധനശേഖരൻ ലളിതയോടായി പറയെ, അറിയാടി നീ ഇവിടെ കാണുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത് എന്ന് ദേഷ്യത്തോടെ അവളുടെ അമ്മ പറയെ അവളും പരിഭ്രമത്തോടെ സുഭാഷിന്റെ കൈത്തണ്ടയിൽ ചേർത്ത് പിടിക്കുക. ദേ നിൽക്കുന്നു എന്ന് സുനന്ദയെ ചൂണ്ടിക്കൊണ്ട് ധനശേഖരൻ പറയെ, അറിയാടി നീ ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത് എന്ന് അവളുടെ അമ്മ ഒച്ച വയ്ക്കുമ്പോഴേക്കും അവളും പരിഭ്രമത്തോടെ സുഭാഷിന്റെ കൈത്തണ്ടയിൽ ചേർത്ത് പിടിച്ചു നിൽക്കുക. ലളിതയും ധനശേഖരനോടായി, ഇതേ കണ്ടില്ലേ അവൻ താലിയും കൈ പിടിച്ച നിൽക്കുന്നത്, ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഈ വൃത്തികെട്ടവൻ നമ്മുടെ മോളെ അവന്റെ ഭാര്യയാക്കിയനെ എന്ന് പറഞ്ഞ് സുനന്ദയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച്, ഇങ്ങോട്ട് വാടി വരാൻ എന്ന് പറഞ്ഞ് വലിക്കുമ്പോഴേക്കും, ഞാൻ വരില്ല, എന്നെ ഇവരുടെ കൂടെ അയക്കില്ല സുഭാഷേട്ടാ എന്ന് കരഞ്ഞു വിളിച്ചവൾ സുഭാഷിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. ധനശേഖരനും ദേഷ്യത്തോടെ സുഭാഷിനോടായി, നീ എന്ത് കരുതിയടാ, കല്യാണ തലേന്ന് പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്ന് സുഖമായിട്ട് ജീവിക്കാമെന്നോ, അതിന് നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത് എന്ന് ചോദിച്ച് അവനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷ് അദ്ദേഹത്തെ തടഞ്ഞ് തള്ളി മാറ്റുകയാ. ഇവിടെ നിന്ന് ബഹളം വെക്കാതെ ഇറങ്ങി പോക്കോണം രണ്ടാളും എന്ന് സുധീഷ് ഒച്ചവെക്കെ, ഈ വീട്ടിൽ കയറി വന്ന് എന്റെ ചേട്ടന്റെ മേൽ കൈവയ്ക്കാൻ നോക്കിയാ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ, ഇറങ്ങി പോടോ എന്ന് ഹരീഷും. എല്ലാം കേട്ടു നിൽക്കായിരുന്ന സുഭാഷും, ഹരീഷേ സുധീഷേ നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കേ, ചേട്ടാ ഇയാള് എന്ന് സുധീഷും. നിധിയും ദേഷ്യത്തോടെ, നിർത്ത്, ഇവിടെ ആരും സുനന്ദയെ കടത്തിക്കൊണ്ട് വന്നിട്ടില്ല, അവളാ ഇങ്ങോട്ട് കയറി വന്നത്, അവളുടെ ഇഷ്ടത്തിനാ ഇങ്ങോട്ട് വന്നത്, ഒന്ന് ബഹളം വെക്കാതെ സമാധാനമായിട്ടിരിക്കെ, എന്തായാലും നമുക്ക് സംസാരിക്കാലോ എന്നവൾ പറയെ, എന്ത് സംസാരിക്കാമെന്നോ, നാളെ കല്യാണ പന്തലിൽ നിൽക്കേണ്ട പെണ്ണ ഇവള്, അവൾ ഇവിടെ വന്ന് നിൽക്കുന്നു, അവനാണെങ്കിൽ താലിയും കൈ പിടിച്ച് കെട്ട മുട്ടി നിൽക്കുന്നു, ആ സമയത്ത് ഞാൻ സംസാരിക്കണം അല്ലടി, എല്ലാത്തിനെയും കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും എന്ന് ലളിത പറയുന്നത് കേൾക്കെ ഭാസ്കരനും ആട്ടി തുപ്പുന്നുണ്ട്. സുനന്ദയും അമ്മയോടായി, അമ്മേ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നത്, എന്നെ ഇവരെ തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല എന്ന് പറയെ, നീ എന്താടി കളിക്കാണ്, നേരം വെളുത്ത നിന്റെ കല്യാണമായി സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നീ ചെയ്യേണ്ട കാര്യമാണോടി ഇത്, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാനാ പറഞ്ഞത് എന്ന് അച്ഛൻ പറയെ, നിങ്ങൾ പറഞ്ഞ കല്യാണത്തിന് ഞാൻ മനസ്സുകൊണ്ട് കുറെ ശ്രമിച്ചതാ അച്ഛൻ, പക്ഷെ എനിക്കത് പറ്റുന്നില്ല, എനിക്കത് വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് കേട്ടോ, ഇല്ലല്ലോ, സുഭാഷിന്റെ കൂടെ അല്ലാതെ ഞാൻ ജീവിക്കില്ല, ഞാൻ നിങ്ങളോടൊപ്പം വരില്ല, ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല എന്ന് സുനന്ദ പറയുന്നത് കേൾക്കെ ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ കൈയടിക്കുന്നുണ്ട്. ലളിതയും ദേഷ്യത്തോടെ ഡോ എന്ന് വിളിക്കേ ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ, ഇത്ര മനോഹരമായൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്കിത് വേണമടാ വേണം എന്ന് പറയുമ്പോഴേക്കും ധനശേഖരനും, അത് ശരി, അപ്പൊ ഇതെല്ലാം നിന്റെ പ്ലാൻ അല്ലേ, എന്റെ മോളെ ഇങ്ങോട്ട് വരുത്തിച്ചത് ഇയാളുടെ പരിപാടിയാ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതേടാ നീ എന്ത് ചെയ്യുമെന്ന്, എന്റെ വീട് ഈ നാട്ടിലെ ഏറ്റവും മോശമായ സ്ഥലമാണെന്നല്ലേ നീയും നിന്റെ അളിയനും കൂടി പറഞ്ഞു നടക്കുന്നത്, എന്നിട്ട് എന്താടാ ആ വീട്ടിലേക്കാണോ നിന്റെ മോൾക്ക് വന്നു കയറാൻ തോന്നിയത്, എടാ നിന്റെ മോള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടില്ല, നാളെ നിങ്ങൾ നടത്താൻ പോകുന്ന കല്യാണം ഇനി നടക്കില്ലെന്ന് പറഞ്ഞ് അച്ഛൻ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെയും സുനന്ദയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ധനശേഖരൻ എല്ലാവരെയും ഭീഷണിയോടെ വെല്ലുവിളിക്കുന്നു. എന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായ ധനശേഖരനും ലളിതയും സുഭാഷിന്റെ കാലിൽ വീണ് സങ്കടവും അപമാനവും പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴേക്കും സുഭാഷ് സുനന്ദയെ തിരികെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പറഞ്ഞയക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.